நண்பனொருவன் வந்த பிறகு விண்ணை தொடலாம் உந்து சிறகு வானுக்கும் இல்லை உண்டு நட்புக்கில்லையே துன்பம் வரலாம் இன்பம் வரலாம் நண்பன் ஒருவன் பங்கு பெறலாம் கல்லூரி நட்புக்கில்லை முற்றுப்புள்ளியே രാവിലെ ബിനീഷ് ടെറസിൻ്റെ ബുക്ക് തീരക്കണ്ട കത്രയൊക്കെ ഇട്ട് നമ്മുടെ വെണ്ടയ്ക്കൊക്കെ എടുക്കാനായിട്ട് വെണ്ടക്ക ഉണ്ട് ഇവിടെ എല്ലായിടത്തും ഉണ്ടായിരുന്നു കേട്ടോ വെണ്ടക്ക അതേ ഇഷ്ടംപോലെ വെണ്ടക്ക ഇങ്ങനെ ഉണ്ടാക്കി കുറേ എടുത്ത് കറി വെച്ചിട്ടേ നമ്മുടെ പച്ചമുളക് അതുപോലെ ചീര പിന്നെ ഇവിടെ ഒരു ഗസ്റ്റ് ഉണ്ട് നമുക്ക് അപ്പൊ ഇന്ന് കുറേ പരിപാടി ഉണ്ട് ഞങ്ങൾക്ക് എന്റെ മേത്ത് കയറി കിടക്കണ ഞാൻ ഇവിടെ ഇങ്ങനെ ബീപ്പിനാണെങ്കിൽ വന്ന് കിടന്ന് കുറച്ചേരം ഫോണിലൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെയാണ് ഇപ്പൊ അതേ വന്ന് ഡിസ്റ്റർബ് ചെയ്യാനായിട്ട് എന്റെ മേത്ത് വേണ്ട നമ്മുടെ രണ്ടാൾക്കാരെ സൗണ്ട് മേളിൽ നിന്ന് കേൾക്കണ്ട എഴുന്നേറ്റ് രാവിലെ കുറച്ച് തട്ടിയിട്ടിരിക്കുന്നുണ്ടോ ഞാൻ കറക്റ്റ് സമയത്ത് കഴിക്കും കാര്യം നോക്കി സമയം നോക്കി ഗൈസങ്ങൾ എത്ര മണിയാണ് അവരിപ്പോ എഴുന്നേറ്റ് അവര് വേറെ ഒന്നും കൊണ്ടല്ല ക്ഷീണമുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ എല്ലാവരും ഒരു വീട്ടിൽ വന്നിട്ട് എന്താണത് അല്ലേ ചിലവർ ചിന്തിക്കും എന്താണ് ഇത്ര നേരം മുമ്പ് എണീറ്റ് പറയുന്നത് അങ്ങനെയല്ല അവർക്ക് വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കണ്ണൂരിൽ നിന്നാണ് അവർ ഓടിയെത്തിയത് പിന്നെ അവർക്ക് വീട് കാര്യങ്ങളൊക്കെ നമ്മ അല്ലേ ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പൊ അതിന്റെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ വർക്ക് എന്ന് പറയുന്നത് വെളുപ്പിനാണല്ലോ ഒരു 3:30 ആകുമ്പോഴത്തേക്ക് 3:30 ആകുമ്പോഴത്തേക്കാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ആ ഒരു വെളുപ്പിന് ഉറക്കം നിന്ന് വണ്ടി ഓടിക്കണം കൊച്ചു പണിയെടുക്കണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഞാൻ നല്ല സുഖമായി ഇവിടെ കിടക്കുക അതിൻ്റെ ഇടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്യാൻ എൻ്റെ മേത്ത് ഇരിക്കണത് എനിക്ക് കാല് തടവി താഴ്ച എൻ്റെ മുട്ടിൻ്റെ ഇവിടെ ചെറിയൊരു വേദന ഒന്ന് തടവി താന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ പറയും കാല് ഇവിടെ വെക്കൂ അവിടെ വെക്കൂന്ന് പറയും അപ്പൊ കുഴപ്പമില്ലെങ്കിൽ കാഴ്ചലോട് സ്നേഹം ഒരു രണ്ടായി മ്യൂസിക്കിനോട് ഞാൻ പിന്നെ രാവിലെ കണ്ടായിരുന്നു ചീരയൊക്കെ കുടിച്ചു നമ്പർ நண்பனொருவன் வந்த பிறகு விண்ணை தொடலாம் உந்து சிறகு നാച്ചുറൽ ബ്യൂട്ടി கல்லூரி நட்புக்கில்லை முற்றுப்புள்ளியே ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാനുള്ള ചെറിയൊരു പരിപാടി ഇനി ഒരാളും കൂടി അവിടെ നിന്ന് വരാറുണ്ട് കൊച്ചെത്തിയിട്ടില്ല വണ്ടിയൊക്കെ സ്റ്റാർട്ടാക്കിയിട്ട് നേരെ ഇനിയിപ്പോൾ ഈ വണ്ടിക്കാട്ടെ ഞങ്ങൾ പോകണം ഇപ്പം സാധാരണ നമ്മളിപ്പോൾ ഈ വണ്ടിക്കാണ് പോകണം അപ്പം ജിപി പറഞ്ഞ് ഈ വണ്ടിക്ക് പോകുന്നത് ഇവിടെ ബെഡൊക്കെ എടുത്ത് മാറ്റിയാ ബെഡുള്ളതല്ല കിടക്കുന്നത് ബെഡില്ല ഇതെന്താ പെട്ടെന്ന് ബെഡുള്ളത് മാറ്റിയത് വർക്ക് ഇതായല്ല ഞങ്ങൾ പുറത്തോട്ട് പോകാനുള്ള പരിപാടിയൊക്കെ ഇട്ട നേരെ ഇനി ഞങ്ങൾ ചാലക്കുടി പിന്നെ റൈറ്റ് നേരെ അന്ന് ചെല്ലാനത്ത് പോയപ്പോഴും കണ്ട് ഈ വണ്ടി കയറിയതാണ് അല്ലേ അന്ന് ആ ബീച്ചിൽ പോയത് ഈ വണ്ടിക്കല്ലേ എത്ര വർഷമായി പിന്നെ നമ്മൾ ഇവിടെ വരുമ്പോ ഇച്ചാന്റെ വണ്ടിക്കല്ലേ ഇവിടെ വരുമ്പോ കറങ്ങള് കാരണം ഈ വണ്ടിയില് ഫുള്ള് ബെഡൊക്കെ ആയതുകൊണ്ട് നമ്മള് മാറ്റാറൊന്നുമില്ല നേരെ ഞങ്ങൾ ചാലക്കുടിക്ക് പോണേണ്ടി കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ട് കുറച്ച് പർച്ചേസിങ് ഉണ്ടാവും ചാലക്കുടി എത്തിയിട്ട് ഇവിടെ നമ്മുടെ ഓക്സിജൻ ഇവിടെ വന്നേക്കണ ഞങ്ങൾ ഇവിടുന്ന് ലക്ഷങ്ങൾ രൂപ വിലമതിക്കുന്ന ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയേക്കുന്ന ലക്ഷങ്ങളുടെ സാധനം കുറച്ച് സാധനങ്ങളുണ്ട് നോക്കട്ടെ എന്തൊക്കെയാണ് കയറി വരുമ്പോൾ തന്നെ നല്ല ടി വി ഒക്കെ ഉണ്ടല്ലോ എ സി നോക്കണുണ്ട് ഒരു എ സി അത്യാവശ്യമാണ് നമുക്ക് അപ്പം ഇങ്ങനെ എ സി നോക്കുന്നുണ്ട് അതേപോലെ തന്നെ അത് പിന്നെ ഒരു എയർ ഫ്രയർ നോക്കുന്നുണ്ട് കേട്ടോ എയർ ഫ്രൈ നമ്മുടെ വീട്ടിലോട്ടാണ് ബിനീഷക്കൊക്കെ ഈ ഒരു പ്ലേറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് ഒരെണ്ണം നോക്കണം അത്യാവശ്യം നല്ല പ്ലേറ്റാണ് രണ്ടുപേരും കൂടെ അവിടെ പോയി നോക്കുന്നുണ്ട്
പിന്നെ കൊള്ളട്ടോ ഓക്സിജൻ അടിപൊളിയാണ്. നല്ല അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം റേറ്റും വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട്. LGB AC എടുക്കാനുള്ള പരിപാടിയിൽ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. ഒന്ന് നേരെ മൈജിയിലേക്ക് എത്തിയട്ടെ. ഞങ്ങൾ ഇവിടെ വല്ല ഓഫറിൽ കിട്ടുമെങ്കിൽ ഞങ്ങൾ മേടിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ തന്നെ വിടാം. അവിടെ പിന്നെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരുണ്ട്. കൊള്ളാം, മൈജിയും അത്യാവശ്യം നല്ലതാണ് കേട്ടോ. ഇവിടെയും എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കണം. ഇവിടത്തെയും കൊള്ളാട്ടോ. ലോയിഡിൻ്റെ AC ഒക്കെ അത്യാവശ്യം നല്ലതാണ്. 6 വർഷം വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. ഇപ്പം എടുത്താലും എപ്പോൾ എടുത്താലും കണക്ക് തന്നെയാണ്. അത്യാവശ്യം ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയതാകുമ്പോൾ എന്തായാലും മാറ്റിയല്ലേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ ഒരു AC എടുത്തിട്ടുണ്ട്. മഴை വരും അത് നനൈവോമേ കുളിർ കാഴ്ചലോട് സ്നേഹം ഒരു പഠിച്ചിട്ട് വേണം. നമ്മളിത് നോക്കിയിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു പർപ്പസ് ആയിട്ട് തോന്നുന്നുണ്ട്. അത് നോക്കണം. ഇതിലിപ്പോ എല്ലാം ഉണ്ടല്ലോ. ഇതാണ് ഇപ്പൊ നമ്മൾ നോക്കിയത്. ഇതിൽ എയർ ഫ്രയർ ഒക്കെ വന്നല്ലേ. എയർ ഫ്രൈ ഉണ്ട്. ഞാൻ എയർ ഫ്രൈ ഒക്കെ ഉണ്ടല്ലോ. എയർ ഫ്രൈറിലെ ഏക ഒരെണ്ണം ഇത് മാത്രമെന്ന് പറഞ്ഞത് നമ്മളോട്. ജിബിയുടെ ഒക്കെ കൊച്ചു കൊച്ചു ലീലാവിലാസങ്ങളുണ്ട്. വാട്ടർ ബോട്ടിലാണ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ എടുത്ത് കുറച്ച് കൊള്ളോട്ടോ. അത്യാവശ്യം വാട്ടർ മെലൻ്റെ ഒക്കെ അടിപൊളി പറഞ്ഞത്. ഇതൊക്കെ അടിപൊളിയാണ്. വാട്ടർ മെലൻ്റെ നോക്കി പിള്ളേർക്കൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആയിട്ട് കൊണ്ടുപോകാം ബോട്ടിൽ. ഉള്ള സംഭവം നല്ല അടിപൊളി സെറ്റപ്പാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളൊരു AC അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അത് പോട്ടെ. പൈസ ഒക്കെ ബില്ലൊക്കെ ചെയ്ത് ഞങ്ങൾ പോകാൻ വേണ്ടി പോണേട്ടോ. ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു ഇത്രയും സാധനങ്ങൾ ഉണ്ടാവട്ടെ. நண்பனொருவன் வந்த பிறகு விண்ணை தொடலாக்கும் இல்லை உண்டு நட்பு இல்லையே. துன்பம் வரலாம் இன்பம் வரலாம், நண்பன் ஒருவன் பங்கு பெறலாம், கல்லூரி நட்புக்கில்லை முற்றுப்புள்ளியே. ഏതെടുക്കണമെന്നുള്ള കൺഫ്യൂഷനിലായിട്ട് നമ്മുടെ AC റെഡിയാക്കി തന്ന ബ്രോ ഇതാണ്. പേരെന്താ ബ്രോ? ഷാനു. പുള്ളിയാണ് നമുക്ക് AC ഒക്കെ റെഡിയാക്കി തന്നേട്ടാ. അതെ, കത്തിയുടെ കാര്യത്തിൽ തീരുമാനം വയ്ക്കാം. തീരുമാനം വയ്ക്കാം കത്തിയുടെ കാര്യത്തിൽ. ചേച്ചിയുടെ അഭിപ്രായം ചോദിക്കട്ടെ കത്തിനെ പറ്റി. ഈ കത്തിനെ പറ്റി ചേച്ചിയുടെ അതാണ് ഉദ്ദേശിക്കുന്നത്. മറ്റേ പടത്തില് മറ്റേ സീനില്ലേ മോഹിനിയാട്ടത്തില് മൂർച്ചയുള്ള കത്തിയൊക്കെ അത് തന്നെ സെയിം സീൻ. എന്നൊക്കെ ഞങ്ങൾ പോന്നിട്ട് ഇനി ഞങ്ങളിത് വാസുവേട്ടൻ്റെ കടയിലോട്ട് വന്നേക്കണേ. ഭയങ്കര ഫേമസ് ഫുഡ് കഴിക്കാനായിട്ട്. ഇപ്പൊ നേരെ ഇനി കുറച്ച് ഫ്രണ്ടിലോട്ട് കിടക്കണം. ഭയങ്കര ചൂടുണ്ട്. ഭയങ്കര ഫേമസ് കടയാണ് വാസുവേട്ടൻ്റെ. എല്ലാവർക്കും അറിയാം, യൂട്യൂബിലൊക്കെ കാണും. ചെറിയൊരു കടയാണ്, പക്ഷെ നല്ല ടേസ്റ്റി ഫുഡാന്ന് പറയുന്നുണ്ട്. നേരെ ഞങ്ങൾ അങ്ങോട്ട് പോട്ടെ. താഴെ നല്ല തിരക്കാർന്നിട്ട് അതാണ് ഞങ്ങൾ പൊക്കത്ത് AC റൂമിലോട്ട് കയറിയിട്ട് താഴെയുള്ള തിരക്കുണ്ട്. ഒരു രക്ഷയില്ല. ഇത്രയും തിരക്കാറുണ്ട്. വേറെ ഞങ്ങൾ പൊക്കത്ത് AC റൂമിലോട്ട് സീറ്റ് എന്നൊരു സംഭവമില്ല. மழை வரும் அது நனைவோமே குளிர் காய்ச்சலோடு ஸ்நேகம் ஒரு போர்வைக்குள். ഫുഡാണ്. കുറേ നാളുകൾക്ക് ശേഷം ഇവിടെ പറയാറുണ്ട് വാസുവിൻ്റെ കടയിൽ വന്നതൊക്കെ. അപ്പം ഇത് ഇപ്പോഴാണ് ടൈം കിട്ടിയത്. ജിബിയും കോച്ചൊക്കെ വന്നപ്പോൾ അത്യാവശ്യം കറികളുണ്ട് കേട്ടോ. നല്ല വെറുത്താണ്. ജിബിയോടെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. കൂന്തല അവരെ പപ്പടം. ഞങ്ങളിത് ഇവിടെ വാസുവേട്ടൻ്റെ കടയിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങിയേട്ടാ. ബില്ല് വന്നിട്ടുണ്ട്. അത്യാവശ്യം റേറ്റ് വലുതൊന്നുമില്ല കേട്ടോ. 1250 രൂപ റേറ്റ് ആയിട്ടുള്ളൂ. നിസ്സാര ബില്ല് വന്നിട്ടുള്ളൂ. ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഒരുപാട് ബില്ലാവുന്നുണ്ട്, പക്ഷെ അത്രയൊന്നുമില്ല. നല്ല വിലയൊക്കെ അത്യാവശ്യം നല്ല വെർത്താണ്.
അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഉണ്ടല്ലേ, നല്ല ക്വാണ്ടിറ്റി ഉണ്ടായി. നല്ല ഫുഡ് എന്ന് പറഞ്ഞാൽ. പിന്നെ ബാക്കി വന്നു, എനിക്ക് വയ്യ ഇനി കഴിക്കാൻ. അല്ല എല്ലാം നല്ലതായിരുന്നു, ചിക്കൻ ആണെങ്കിലും പോർക്കാണെങ്കിലും. പായസം അടിപൊളി, ചെമ്മീൻ പായസവും അടിപൊളി, ഒന്നുമില്ല. നൈസ് സാധനം പറഞ്ഞത്. ഇനിയിപ്പോൾ ബിനീഷൊക്കെ വരാനുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് ഫുഡ്? പക്ഷെ 1280 മനസ്സിലായില്ല. ആ ഓക്കെ, നമ്മുടെ വീഡിയോസ് കാണുന്ന ഞങ്ങൾ നിങ്ങളെ കാണുള്ള, നിങ്ങളല്ലേ ഞങ്ങളെ കാണുന്നത് എപ്പോഴും. എന്താ പേര്? ഓക്കെ ഓക്കെ, കണ്ടേ സന്തോഷം. ആ അവരുടെ അടുത്ത ഷോപ്പ് ഇവിടെ വരണുണ്ട്. നമ്മളെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചാൽ നല്ല അടിപൊളി ഫുഡ്. പാർക്കിംഗ് ഉണ്ട് കേട്ടോ, പാർക്കിങ്ങിൽ അവിടെ ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെർലിൻ ഫാമിൽ എത്തിയിട്ടോ. ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം നഴ്സറി നമ്മൾ കഴിഞ്ഞ കൊല്ലം എടുത്തതാണ്. മംഗോസ്റ്റീനും റംബൂട്ടാനൊക്കെ നമ്മള് റംബൂട്ടാൻ കാണാൻ വന്നില്ല, നമ്മള് മംഗോസ്റ്റീൻ ഉണ്ടായി കിടക്കുന്നത്. പക്ഷെ റംബൂട്ടാൻ ഇവിടുന്ന് മേടിച്ച് നമ്മൾ കുറച്ച് വന്നിട്ട്. ആ എന്താണ് അതാണ് പറഞ്ഞത്. ആ റംബൂട്ടാൻ ഗൈസ്, ഇതിപ്പോ നമ്മുടെ ജിബിയുടെയും കൊച്ചിന്റെയും വീട്ടിലുണ്ട് കേട്ടോ. ഇപ്പൊ അതിന് കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ടേസ്റ്റാണ്. നേരെ ഞങ്ങൾ നേരെ ഫ്രണ്ടിലോട്ട് പോട്ടെ കേട്ടോ. ഞങ്ങൾ ഫാമിൻ്റെ അകത്തോട്ട് ഇറങ്ങിട്ട് ബിനീഷുണ്ട്. അവരുടെ വീടൊക്കെ അത്യാവശ്യം നല്ല സ്റ്റൈലാക്കിയിട്ടുണ്ട് അല്ലേ. കഴിഞ്ഞ പ്രാവശ്യത്തിലും നല്ല അടിപൊളിയായി ഇവിടെ, കുറച്ചും കൂടി ഗെറ്റപ്പായിട്ട് കേട്ടാ. ശരിയാണ്ട ഞങ്ങൾ വന്നു. എന്താ മംഗോസ്റ്റിൻ കിടക്കണ, ഇത് പച്ചയാണ് കേട്ടോ, പച്ചയാണ് കിടക്കണത്. പിന്നെ അതുപോലെ ഒരു മീനിൻ്റെ പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ചെറിയൊരു മീൻ ഫാമും അതുപോലെ കോഴി അതൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. കൊള്ളാം, നല്ല അടിപൊളിയാണ്. ഒന്നും കൂടി നല്ല സ്റ്റൈലായിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ മംഗോസ്റ്റിൻ്റെ ഒരു പിക്ചറൊക്കെ ഉണ്ട് അവിടെ വെച്ചേക്കണവർ. ഇതൊക്കെ നല്ല, ഇതിനകത്ത് കുറച്ച് അത്യാവശ്യം നല്ല മീനുകളൊക്കെ ഉണ്ട് കേട്ടോ. ആ മീൻ കൃഷി അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. കുറേ നാളായിട്ടോ, കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ഇവിടെ വന്നിട്ട് അത്യാവശ്യം മംഗോസ്റ്റിനും റംബൂട്ടാനും എല്ലാം മേടിച്ചിട്ട് പോയതാണ് ഇവരുടെ ഫാമിൽ വന്നിട്ട്. നല്ല അടിപൊളിയാണ്, നല്ല ഫസ്റ്റ് ക്വാളിറ്റി കിട്ടും. നമുക്ക് കടയിൽ കിട്ടണതൊക്കെ ചിലതൊക്കെ ഭയങ്കര മോശമായിട്ടുള്ളതൊക്കെ ആയിരിക്കും, പക്ഷേ ഇത് നല്ല ഫസ്റ്റ് ക്വാളിറ്റിയിൽ അടിപൊളിയായിട്ട് കിട്ടും. നോക്കി നിറയെ മീൻ കണ്ടോ ഗൈസ്, നിറച്ച് മീനുണ്ട്. ഇത് നമുക്ക് നെറ്റുള്ളവരെ ഇങ്ങനെ കാണാൻ പറ്റുള്ളൂ. അത്യാവശ്യം ഉണ്ടോ, ഇഷ്ടംപോലെ മീനുണ്ട് ഇതിനകത്ത്. കണ്ട മംഗോസ്റ്റിൻ തോട്ടം എന്ന് പറയുന്നത് അത്യാവശ്യം ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. നോക്കിയേ, ഇഷ്ടംപോലെ മംഗോസ്റ്റിനൊക്കെ വെറുതെ ഇവിടെ വേസ്റ്റായി പൊട്ടിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഇതേ വന്നെ ഉണ്ടോ, 3 പേരും കൂടി കണ്ടിട്ടൊക്കെ വന്നെ കേട്ടോ. എങ്ങനെയുണ്ട് ഈ തോട്ടം? അടിപൊളിയല്ലേ? ഇവിടെ നിന്ന് റംബൂട്ടാൻ കിട്ടിയിട്ടാ. എങ്ങനെയുണ്ട് കൊച്ചേ? ഇവിടെ ഇങ്ങനെ താഴെ ഇങ്ങനെ കുറേ കിടപ്പുണ്ടാവും കേട്ടോ. എങ്ങനെയുണ്ട് മധുരം? ഫസ്റ്റ് ക്വാളിറ്റി സാധനം എന്നൊക്കെ പറയണത്. റംബൂട്ടാനും ഉണ്ട് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ. ഇത് ഇവിടെ ഒരെണ്ണം കൂടി കിടപ്പുണ്ടായില്ല. അതേ അതെ, ഈ റംബൂട്ടാൻ്റെ അടിയിൽ നിൽക്കണത്. പിന്നെ എങ്ങനെ റംബൂട്ടാൻ കിട്ടാതിരിക്കണം? ഇന്ന് ഞാനൊരു 3-4 പൊട്ടിച്ചതാണ് കേട്ടോ. അങ്ങനൊന്നും ഒന്നും പറയൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ കാശ് കൊടുത്ത് മേടിക്കും. വേണ്ട, അതിൽ നിന്ന് ഒരു 3-4 പറിച്ച് അത്യാവശ്യം നല്ല നല്ല ടേസ്റ്റ് അല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഫുഡ് കഴിച്ച് കൊച്ചി ക്ഷീണിച്ചിട്ട് അതെ കയ്യൊക്കെ കഴുകണ്. ഒരു മംഗോസ്റ്റിൻ കഴിച്ചാണ്ട്. അതെ ഞങ്ങൾ അത്യാവശ്യം ദേന റംബൂട്ടാൻ ഇഷ്ടംപോലെ റംബൂട്ടാനും മേടിച്ചിട്ടുണ്ട്, മംഗോസ്റ്റിൻ അതുള്ള സത്യമില്ലല്ലോ വെച്ചേ. ഇത് പുറകിൽ റംബൂട്ടാൻ പറ്റണ്ട, അത് മറന്നു പോട്ടോ മിക്കവാറും. വണ്ടിയുടെ പോക്കത്ത് പറഞ്ഞു ഞങ്ങളുടെ കുറെ കുട്ടിപ്പട്ടാളങ്ങളുണ്ടാ കാണുന്നത്. അപ്പൊ ൊക്കെ കഴിഞ്ഞ് ഞങ്ങള് നേരെ ഇനിയിപ്പോ എത്തിക്കണം കൊടുങ്ങല്ലൂർ. ഇവിടെ ഒരു ചെമ്മീൻ കെട്ടിലാണ് എത്തിയേക്കണത്. കൊടുങ്ങല്ലൂർ കറക്റ്റ് സ്ഥലം. ആ കൊടുങ്ങല്ലൂര് ജിബിയുടെ ഫ്രണ്ടിന്റെ ഒരു ഫാം ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ അതിന് വന്നിട്ട് ഇവിടെ ചെമ്മീന്റെ ഫാം. ഇന്ന് ഫുള്ള് കറക്കുമായിരുന്നു സത്യത്തില്. ദേവലം ഉണ്ടല്ലോ അവരെല്ലാം അവിടെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിപ്പുണ്ട് കേട്ടോ. അപ്പൊ ഞങ്ങളും അങ്ങോട്ട് നല്ല വെയിലെന്ന് പറഞ്ഞാൽ നോക്കാനേ പറ്റാത്ത അത്ര വെയിലുണ്ട്. അടിപൊളിയാണ് ഈ ഫാം, കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചെല്ലാനത്തുള്ള ഒരു ഫീലാണ് ഇവിടെ വന്നത്. ഇതിൽ കുറച്ച് തള്ളുണ്ട്. ഇത് കൊള്ളാട്ട്, അടിപൊളിയാണല്ലോ. വെള്ളം എന്താ സംഭവം? ബോട്ടിങ്ങാ? ഫിൽറ്ററിങ് ആണോ?
ഇതെന്താ സംഭവം എനിക്ക് നമുക്ക് ചേട്ടനുണ്ടല്ലോ ആ ചേട്ടനോട് ചോദിക്കണ്ടേ പട്ടി ഇവിടെ ഉണ്ടാ കൊറേ ചെമ്മീനൊക്കെ കൊണ്ടുവന്നിട്ട് പട്ടിയൊക്കെ ഉണ്ടല്ലോ ദൈവമേ പണി പാളുവോ. അതായത് ജിബിയൊക്കെ നടന്നു പോകണ്ടട്ടാ. ഇങ്ങനത്തെ ഒരു ഫാമിലൊക്കെ ഒരു പട്ടിയൊക്കെ നല്ലതാണ്. ഇല്ലാത്ത ആരെങ്കിലും വന്ന് ഈ ചെമ്മീനൊക്കെ മോഷ്ടിക്കാനോ അടിച്ചോണ്ട് പോകില്ലെങ്കിൽ അതിന് കാവലായിട്ട് ഒരാളുള്ളത് നല്ലതാണ്. കൊള്ളാട്ടോ. നോക്കി നല്ല അത്യാവശ്യം സ്പേസ് ഉണ്ട് അവിടെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം. ഇതിൽ ചെമ്മീനാണ് കേട്ടോ. ചെമ്മീൻ ഇട്ടിട്ടൊന്നുമില്ല. ഒരു 10 ദിവസം കൂടി കഴിയുമ്പോഴത്തേക്ക് എത്രയോ 5 ലക്ഷത്തോളം ചെമ്മീൻ ഇടും ഇതിനകത്ത്. ഇതേ വിനീഷൊക്കെ വെയിൽ സാമാന്യ വെയിലുണ്ട്. ഈ വെള്ളം കണ്ട, ഈ വെള്ളത്തിൽ നിന്ന് ഒരു ഡ്രോപ്പ് വെള്ളം പോലും ഇതിനകത്ത് വീഴാൻ പാടില്ല. ഇൻഫെക്ഷൻ ആവും. അത്രയും കെയർ ചെയ്തിട്ടാണ് ഇവർ ചെയ്യണത്. അടിപൊളി ഫാമാണ്. കാണാൻ നല്ല രസമുണ്ടോ. അങ്ങോട്ടൊക്കെ പോകാട്ടോ. കൊള്ളാം. ഇവിടെയൊക്കെ മീനുണ്ട്. പക്ഷെ എന്നാലും അവർ പിടിക്കൂലെന്ന് പറയണം. അത്രയും കെയർ ചെയ്താണ് അവർ ചെയ്യുന്നത്. അത്രയും കെയർ ഇപ്പത്തോട്ട് വീണ് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഫിഷിനായി ചെമ്മീനെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നഷ്ടവും കാര്യങ്ങൾ വരും. ഈ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിന് നഷ്ടം വരും. അപ്പൊ അതുകൊണ്ട് അവർ അത്രയും കെയർ ചെയ്താണ്. ഇത് നമ്മുടെ കൊടുങ്ങല്ലൂർ കരിപ്പടന ആ പാലത്തിട്ട് തൊട്ട് കുറച്ച് ഇപ്പുറത്തെ ഭാഗത്തുണ്ട് ഈ സംഭവം ചെയ്തേക്കണ ഇവര്. ഇപ്പൊ അപ്പുറത്തൊക്കെ ഉണ്ടാ. ഇപ്പൊ ഇവിടെയൊക്കെ ചെറിയ മീനുകൾ അവിടെയൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അവരത് പിടിക്കൂല. കാര്യം ചെമ്മീനെ കിട്ടിയേണ്ട ഞങ്ങൾ എന്തായാലും ഒരു ദിവസം വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് 110 ദിവസം എന്തോ പറയുന്നത്. 110 ദിവസം കഴിയുമ്പോൾ അവർ വന്ന് പിടിക്കുന്നത്. ഓൾറെഡി ചെമ്മീൻ ഇപ്പം ഇട്ടിട്ടില്ലെങ്കിലും 10 ദിവസം കഴിയുമ്പോൾ ഇടുകയുള്ളൂ. പക്ഷെ എന്നാലും ഓൾറെഡി സെയിലായി ഇവർക്ക്. സംഭവം കൊള്ളാട്ടോ. പൊളിയാണ്. അടിപൊളി. നല്ല രസമുണ്ടല്ലേ കാണാൻ. ഈ ഒരു ടൈം എന്ന് പറയുന്നത് ഈ ഒരു 4 മണി കഴിഞ്ഞ് 4:30 ഒരു ടൈമൊക്കെയാണ്. അപ്പൊ ആ ഒരു ടൈമില് അല്ലേ ഒരു 5 മണി കഴിയുമ്പോ അപ്പത്തേക്ക് കുറച്ച് വെയിലൊക്കെ കുറഞ്ഞ് നല്ല അതായത് ഇവിടെ നിൽക്കുമ്പോൾ ഇച്ചിരി ആശ്വാസമുണ്ട്. കാരണം ഈ ടവറിന്റെ തണൽ കൊണ്ട് കുറച്ച് ആശ്വാസം കിട്ടും. അത്ര വെയിലുണ്ട് ഇവിടെ. 4:30 എപ്പോഴും നല്ല വെയിലാണ്. ക്ഷീണിച്ചിട്ടതേ ബിനീഷ് ഈ അറ്റത്തുനിന്ന് നടന്നത് ഇങ്ങനെ കറങ്ങി 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 കുറച്ച് അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി 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 ഇവിടെ വന്നു. നല്ല ക്ഷീണിച്ച്. ഇതിനകത്ത് ഇഷ്ടംപോലെ മീനും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് കേട്ടാ. കാളാഞ്ചിയും കിടപ്പുണ്ട്. പിന്നെ എന്തോ ഒരു ജെല്ലി ഫിഷ് ഇതിനകത്ത് കിടപ്പുണ്ട്. പക്ഷെ ഇതിലെല്ലാം മീനുകളൊക്കെ അവർ പുഴയിലോട്ട് വിടോട്ടെ. എല്ലാത്തിനല്ല കുഞ്ഞുങ്ങളെ മാത്രം വിടാനുള്ള സജ്ജീകരണം അവർ ചെയ്തിട്ട് വലുതിനെ കറിക്ക് വേണ്ടിട്ട് മാത്രം അവർക്ക് ആവശ്യത്തിന് വെക്കോട്ടെ. അപ്പൊ നടന്ന് നടന്ന് ക്ഷീണിച്ച് ഗായ്സ്. പക്ഷെ സംഭവം കൊള്ളാട്ടെ. നല്ല പൊളിയാണ്. ഇടക്കൊക്കെ ഒന്ന് വന്നെ അവിടെ നിന്ന് അതിൽ നിന്ന് പറ്റിച്ചപ്പോ എത്രയോ 50 കിലോ വെറുതെ നശിപ്പിച്ച് മീൻ. ചെളിയാണ് ഈ ഇട്ടേക്കണ. ഈ ചെളി ഉണങ്ങി മറ്റേ ലാവ പൊട്ടി വീണിട്ട് കിടക്കണ പോലെ കിടക്കണം. നല്ല ഇതായിട്ട് നല്ല നമ്മ അതിലാണ് ഈ നടന്നു പോണേ കേട്ടാ. പക്ഷെ നല്ല ഉറച്ചു കിടക്കണത്. ഇത് നല്ലോണം ഉറച്ച് കിടക്കണുണ്ട്. കാരണം ജിബിയും കൊച്ചില്ല അങ്ങോട്ട് പോകണം. ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണേ. ഇത് ജിബിയുടെ ഫ്രണ്ടിന്റെ ഫാമാട്ടാ. അപ്പൊ കാരണം ഞങ്ങളിങ്ങനെ വന്നതാണ്. ചേട്ടൻ കുറച്ച് രാവിലെ മുതൽ വിളിക്കണേ. അപ്പത്തേക്ക് ഞങ്ങൾക്ക് വേറെ പരിപാടികളോ കാര്യങ്ങളൊക്കെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ ഞങ്ങൾ എത്തി.